ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായിരിക്കുന്നു. മഹാസഖ്യത്തിന്റെ സീറ്റ് ചർച്ചയിൽ 8 ഇടങ്ങളിൽ തീരുമാനമായില്ല. കോൺഗ്രസ് 5 ഇടങ്ങളിൽ RJDയുമായും 3 ഇടങ്ങളിൽ CPIയുമായും ഏറ്റുമുട്ടും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിക്ക് മുൻപ് 6 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കാൻ കഴിയാത്തതിനാൽ JMM തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല. വിവരങ്ങളുമായി മനു ഭരത്. മനു, ഇന്നായിരുന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഒരു ഫോട്ടോ ഫിനിഷ് പോലെയാണ് മഹാസഖ്യം ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയത്. വലിയ പ്രശ്നങ്ങളില്ലെന്നായിരുന്നു കരുതിയത്. പക്ഷേ ഒരു 8 ഇടങ്ങളിലെങ്കിലും എന്തായാലും സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം അവസാന ഘട്ടത്തിൽ? തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയമാകുമ്പോഴേക്കും മഹാഗഡ്ബന്ധനിൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും എന്ന ഒരു പ്രതീക്ഷ ആ സഖ്യത്തിനകത്ത് പൊതുവെ ഉണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 8 ഇടങ്ങളിൽ ഇപ്പോഴും ആ തർക്കം നിലനിൽക്കുകയാണ്. ഒരിടത്ത് ലാൽഗഞ്ചിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അങ്ങനെ 6 ഇടത്തായിരുന്നു RJD കോൺഗ്രസ് തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിപ്പോൾ 5 ആയി ചുരുങ്ങിയിട്ടുണ്ട്. CPI ആകട്ടെ 3 ഇടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ML വിഭാഗം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല ഒരിടത്ത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ എത്ര കണ്ട് അതിന് മഹാഗഡ്ബന്ധനെ സ്വാധീനിക്കുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും 8 ഇടങ്ങളിൽ അവർ തമ്മിലുള്ള തർക്കം ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധനിൽ വോട്ട് വിറ്റു തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം വലിയ തോതിൽ പ്രചരണ ആയുധമാക്കുകയാണ് BJP. 24-ാം തീയതി അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി NDA സഖ്യം അവരുടെ പ്രചരണം പൂർണ്ണ തോതിൽ ശക്തമാക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. അതേസമയം മഹാഗഡ്ബന്ധനും ഈ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രചരണത്തിൽ സജീവമാകും എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. നരേന്ദ്രമോദി ആകട്ടെ കർപ്പൂരി താക്കൂറിൻ്റെ മണ്ഡലത്തിലാണ്, അല്ലെങ്കിൽ അവിടെ എത്തിയാണ് ആദ്യം തൻ്റെ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. കർപ്പൂരി താക്കൂർ, ഭാരത് രത്ന കർപ്പൂരി താക്കൂറിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ എത്തി അവിടെ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം മറ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൂടി ശക്തമായി നടത്തുക. അപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കർപ്പൂരി താക്കൂറിന് അവിടെ ഒരു വലിയ ജനകീയ പിന്തുണ ഉള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് ഇത്തവണ BJP ഒരു രാഷ്ട്രീയ അദ്ദേഹത്തിന് ഭാരത് രത്ന ഉൾപ്പെടെ നൽകിയ കാര്യം ഉയർത്തിപ്പിടിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് ഒരു സുപ്രധാന കാര്യമായി വരുന്നു. അമിത്ഷാ നേരത്തെ പ്രചരണം ആരംഭിച്ചു. ഇനി 25ഓളം റാലികൾ നടക്കും. മാത്രവുമല്ല വലിയ തരത്തിൽ അവിടെ പ്രചരണം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഒപ്പം തന്നെ ഈ കർപ്പൂരി താക്കൂറിനാണ് ജൻനായക് എന്ന ഒരു പേര് അവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ ജൻനായക് എന്ന പേര് തട്ടിയെടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഹാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം ആണ് ഇലക്ഷൻ കമ്മീഷൻ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. 23 കോടി രൂപയുടെ മദ്യം അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അവിടെ നൽകാനായി കൊണ്ടുവന്ന മദ്യം പിടികൂടിയിട്ടുണ്ട്. 17 കോടി രൂപയുടെ മയക്കുമരുന്നും അതുപോലത്തെ സാധനങ്ങളും പിടികൂടിയിരിക്കുന്നു. അതുപോലെ മറ്റാളുകൾക്ക് നൽകാനൊക്കെ ആയിട്ടുള്ള സമ്മാനങ്ങൾ എന്ന നിലയിൽ 14 കോടി രൂപയുടെ സാധനങ്ങൾ പിടികൂടിയിട്ടുണ്ട്. 4 കോടി രൂപ പണമായി തന്നെ വോട്ടർമാർക്ക് കൊടുക്കാൻ വെച്ച പണം പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാ ഘട്ടങ്ങളിലും വലിയ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ആശങ്ക ഉയർത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി നീങ്ങുന്നു എന്ന ഒരു സൂചന അവിടെ നിന്നും കിട്ടുകയാണ്. ഏതായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. എല്ലാ കണ്ണുകളും പ്രധാനമായും തേജസ്വി യാദവിൻ്റെ രാഘവ്പൂർ മണ്ഡലത്തിലേക്കാണ്. അവിടെ എന്ത് സംഭവിക്കും എന്നത് വളരെ സുപ്രധാനവുമാണ്. ശരി മനു.